ഇന്ന് പുലർച്ചെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. ഒരുപാട് വൈകിട്ടാണ് എണീറ്റത്. വൈകി എണീറ്റ ദിവസം പിന്നെ എല്ലാത്തിനും ഒരു ധൃതി പിടിക്കലാണ്. പെട്ടെന്ന് തീരാനാണ് 2 കുറ്റിയിലും ഞാൻ പുട്ട് ചുട്ടെടുക്കുന്നുണ്ട്. എത്ര സമയം വൈകിയോ വെച്ചാൽ അത്ര സമയം ഇനി ധൃതി പിടിച്ച് ജോലി തീർക്കണം, എന്നെങ്കിലേ നമ്മൾ ആ ഒരു കറക്റ്റ് ടൈമിന് എല്ലാം തീരുള്ളൂ. പുട്ടും നേന്ത്രപ്പഴം പുഴുങ്ങിയതുമാണ്. നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട് കേട്ടോ. സെയിന് പഴവും പുട്ടും ഉടച്ച് റെഡിയാക്കി കൊടുക്കണം. ചായ കൂടി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഉച്ചയിലേക്കുള്ള ഫുഡും കൂടെ റെഡിയാക്കാൻ നിന്നു. എല്ലാവർക്കും വ്ളോഗ് ചെയ്യുന്നതാണ് അധികം ഇഷ്ടം. വ്ളോഗ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും എടുത്തു പറയാനുണ്ടാവാറില്ല. വീട്ടിൽ നടക്കുന്ന അന്നന്നത്തെ ജോലികളും കാര്യങ്ങളും മാത്രമാണ് കാണിക്കാനുണ്ടാവുക. രാവിലെ ജോലികൾ കഴിഞ്ഞാൽ പിന്നെ ഇതാ കണ്ടില്ലേ, ചെമ്പകം പൂത്ത് കിടക്കുന്നുണ്ട് വീട്ടിൽ, ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വരുന്ന സമയം തന്നെ നല്ലൊരു സ്മെല്ലാണ്. രാവിലെ 2-3 പൊട്ടിച്ച് നമ്മൾ ബെഡ്റൂമിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ബെഡ്റൂം മൊത്തം ഈ ഒരു ചെമ്പകത്തിൻ്റെ സ്മെല്ലായിരിക്കും. മഴയുടെ ആ കോരിച്ചൊരിയിലൊക്കെ നിന്നു. ശാന്തമായിട്ട് മഴ പതിയെ പെയ്ത് ഇപ്പോൾ പൂർണ്ണമായിട്ടും നിന്നിട്ടുണ്ട്. ചെടികളൊക്കെ കുളിച്ച് ഈറം മാറിയ പോലെ സുന്ദരികളായിട്ടുണ്ട്. വെയിൽ നല്ലപോലെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുറ്റമൊക്കെ ഉണങ്ങി വൃത്തിയാവുമല്ലോ. ഇവിടെ ഷീറ്റിട്ട ഭാഗത്താണ് നമ്മൾ ആന്തൂറിയങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ വയലറ്റ് ആന്തൂറിയം പൂക്കൾ മാത്രമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അഗ്ലോണിമ ചെടികളൊക്കെ നേരെ ഓപ്പോസിറ്റ് മുറ്റത്താണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ മഴ കൊള്ളാത്ത ഏരിയയാണ്. പോർച്ചിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ ഓർക്കിഡ് ചെടികൾ പൂത്ത് നിൽക്കുന്നത്. ഇവിടെ സൂര്യപ്രകാശം തട്ടും ചെയ്യും, കൂടുതൽ വെയിലും അടിക്കാത്തൊരു ഏരിയയാണ്. നന്നായിട്ട് വെയിൽ വന്നു തുടങ്ങി. നിഴലിൻ്റെ ചിത്രങ്ങൾ ചുമരിൽ പതിഞ്ഞിങ്ങനെ നല്ല ഭംഗിയോടെ വീട് നിൽക്കുന്നുണ്ട്. പിന്നെ വീടിനോളം ഉയർന്നു നിൽക്കുന്ന എൻ്റെ തെങ്ങ്. പിന്നെ രാവിലെ മുറ്റം അടിച്ചു വരുന്നതിന് മുമ്പ് ഇതുപോലെയാണ് ഉണ്ടാവുക നമ്മുടെ മാണ്ടവില്ലയുടെ പൂക്കൾ. ഇത് കാണുമ്പോൾ നമുക്ക് നല്ല രസമാണ്. പക്ഷേ ഇതൊന്നും അല്ലാത്തൊരു കാഴ്ചയുണ്ട് മുറ്റത്ത്. ഏറ്റവും എനിക്ക് ദേഷ്യമുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ പറമ്പിൻ്റെ നേരെ അപ്പുറത്തുള്ള ഒരു പുളിമരമാണ്. ഈ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് നമ്മളെ ചെടിച്ചട്ടിയിലും മുറ്റം ഫുള്ള് പുളിയുടെ പൂക്കളും ഇലകളൊക്കെ കൊഴിഞ്ഞ് എപ്പോഴും വൃത്തികേടായിരിക്കും. ഓരോ ദിവസവും രാവിലെ ഓരോരോ പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റാവും. ഇന്ന് രാവിലെ തന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ജറബറ ചെടികൾ പിരിച്ച് ഒരുപാട് ചട്ടികളിൽ മാറ്റി വെക്കണം. ഇത് തിങ്ങി വളർന്ന് ഫ്ലവർ വരുന്നത് കുറവായിട്ടുണ്ട്. ജറബറ ചെടികൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ ഭയങ്കര കട്ടിയുള്ള മണ്ണിലാണ് അവർ നട്ടിട്ടുണ്ടാവുക. ഞാൻ അങ്ങനെ ജറബറ വാങ്ങിയിട്ട് ആ മണ്ണ് തട്ടി കളഞ്ഞിട്ട് നമ്മുടെ ശരിക്കുള്ള പോട്ടി മിക്സിൽ തന്നെയാണ് നട്ട് കൊടുക്കാറ്. ആദ്യം നമുക്ക് കുറച്ച് മണി പ്ലാന്റ് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ മണി പ്ലാന്റിനും നമ്മൾ ആ പോട്ടി മിക്സ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സോഫ്റ്റായ പോട്ടി മിക്സ് ആകുമ്പോൾ വേഗം വേര് വന്ന് ഈ ഒരു ചട്ടി നിറയെ മണി പ്ലാന്റ് തിങ്ങി വളർന്ന് നല്ല ഭംഗിയായി കിട്ടും. 3 ചട്ടിയിൽ നമ്മൾ മണി പ്ലാന്റ് സെറ്റാക്കി കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ ജറബറ ചെടികൾ പിരിച്ച് 3 ചട്ടി ജറബറ പിരിച്ചത് 10 ചട്ടിയിലായിട്ട് നമ്മൾ നട്ടു വെച്ചിട്ടുണ്ട്. ജറബറ ചെടികൾ പെട്ടെന്ന് തന്നെ വേര് പിടിക്കും. ഈ ഒരു ലൈന് ഫുള്ളായിട്ട് നമ്മൾ ജറബറ നട്ടിട്ടുണ്ട്. ഇപ്പോൾ മഴയുടെ എല്ലാം മാറി നമ്മുടെ സൂര്യൻ പുറത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ചും കൂടെ കിച്ചണിൽ ജോലി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കിച്ചണൊക്കെ വൃത്തിയാക്കി ക്ലീനാക്കി. പിന്നെ കുറച്ച് പൊടികളൊക്കെ കുപ്പിയിലിട്ടേക്കാനുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഫില്ലാക്കിയൊക്കെ ചെയ്തു.
മൊത്തത്തിൽ ക്ലീനാക്കി മൊഞ്ചാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്ത് പറമ്പിലെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് അവിടെയും നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. മഴ മാറി വെയിൽ തട്ടി മുറ്റൊക്കെ നല്ലോണം ക്ലീനാക്കിയ പോലെ ആയിട്ടുണ്ട്. വീണ്ടും ചെമ്പകത്തിൻ്റെ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും വന്ന് നോക്കുമ്പോൾ ഇതാ വീണ്ടും ചെമ്പകത്തിൽ പൂക്കൾ വിരിഞ്ഞതുണ്ട്. അപ്പോൾ അതും പൊട്ടിച്ചെടുത്തു. ഓരോ റൂമിലും ഞാൻ ഇതുപോലെ ചെമ്പകത്തിൻ്റെ പൂക്കൾ കൊണ്ടുവെക്കും. അവിടെയൊക്കെ നല്ലൊരു സ്മെല്ലാണ്. പിന്നെ പുറത്തുള്ള എല്ലാ തിരക്കുകളും കഴിഞ്ഞ് പിന്നെ അകത്തേക്ക് കയറി ഒരല്പം നേരം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് എല്ലാവരും ഉറക്കത്തിലാണ് കേട്ടോ ഇവിടെ. ഇപ്പോൾ ഉറക്കം എണീറ്റ് പിന്നെ ആണ് സൈന് പറയുന്നത് നമുക്ക് പഴംപൊരി ഉണ്ടാക്കണമെന്ന്. അങ്ങനെ നേരെ പഴം വാങ്ങിച്ചു കൊണ്ടുവന്ന് മാവ് റെഡിയാക്കി നമ്മൾ വൈകുന്നേരം ചായക്ക് പഴംപൊരി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. സൗദിയിൽ നിന്ന് വന്നതിന് ശേഷം പുറത്ത് പോകാൻ വേണ്ടിയിട്ട് വല്ലാതെ കുട്ടികൾ പറയുന്നില്ല. കാരണം അത് മറന്നുപോയി എന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ ഇവർക്ക് വൈകുന്നേരം പുറത്ത് പോകണം, പുറത്ത് പോയിട്ട് ചായ കുടിക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. ഈ മഴ പെയ്ത് തണുത്ത സമയത്ത് ഇതുപോലെ പഴംപൊരി ചായയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഭയങ്കര രസമാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൊണ്ട് കേട്ടോ. പഴംപൊരി മാത്രമല്ല, നമ്മൾ കുറച്ച് കപ്പ പുഴുങ്ങിയതും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വറവിടാൻ വേണ്ടി കടുക് പൊട്ടിച്ച് അതിലേക്കൊരു 2 ഇല്ലി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കപ്പയും പഴംപൊരിയൊക്കെ റെഡിയായി. കട്ടൻ ചായയും റെഡി ആയിട്ടുണ്ട്. വിശദമായിട്ടുള്ള ചായ കൂടി കഴിഞ്ഞതിന് ശേഷം പറമ്പിലേക്ക് ഇറങ്ങിയതാട്ടോ. നിറയെ ചാമ്പക്ക കായ്ച്ചിട്ടുണ്ട്. ഏകദേശം പഴുപ്പായിട്ടുണ്ട്. കുറേയൊക്കെ ആവൽ കൊണ്ടുപോയിട്ടുണ്ട്, കാക്കയും കൊണ്ടുപോകുന്നുണ്ട്. എന്നാലും അത് കമ്പൊക്കെ കുത്തി ഞാൻ നല്ല രീതിയിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയും കായ്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ സ്റ്റാർ ഫ്രൂട്ട്സ് നിറയെ ഉണ്ടാവുന്നുണ്ട്. സ്റ്റാർ ഫ്രൂട്ട്സ് ഞാൻ ചമ്മന്തി അരക്കാൻ എടുക്കും. അപ്പോൾ എനിക്കത് നല്ല ഉപകാരപ്പെടുന്നൊരു ഫ്രൂട്ട്സാണ്. അതുപോലെ തന്നെ സപ്പോട്ടയും വീണ്ടും ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പറമ്പിൽ നട്ട് വളർത്തി അതിൽ കായ ഉണ്ടാവുക, അത് പറിച്ച് തിന്നുക, ഇതൊക്കെ ഭയങ്കര ഒരു ഹാപ്പിയുള്ള കാര്യമാണല്ലേ. പിന്നെ മഴക്കാലത്ത് പറമ്പൊക്കെ വൃത്തികേടാവാതെ സൂക്ഷിക്കലാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ വക ഒരു കമൻറ്റും എഴുതിയിടുക. ഇനി അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നത് വരെ എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി, നമസ്കാരം.